അമേരിക്ക-ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഏത് സമയത്തും ലോകരാജ്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ത്യ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് നരേന്ദ്രമോദി ഈ സമയത്ത് തന്നെ ഒരു 5 ദിവസത്തെ പല രാജ്യങ്ങളിലേക്ക്, പല വിദേശ രാജ്യങ്ങളുമായി ഒരു സന്ദർശനമൊക്കെ നടത്തിയത്. US-ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര മന്ത്രിമാർക്ക് 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഭാരതത്തിൽ മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി, ലോകരാജ്യങ്ങളടക്കം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ അവരൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നല്ലാതെ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ഇനി എന്ത് എന്നൊരു ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത എന്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന, അങ്ങനത്തെ ഉള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിമാർ ഇപ്പോൾ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇന്നലെ വൈകുന്നേരം നടന്ന ഒരു ക്യാബിനറ്റ് യോഗം. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹം കർശനമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വച്ചത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധവും ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത തടസ്സപ്പെടുത്തലും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ആ മന്ത്രിസഭാ യോഗം വിലയിരുത്തിയത്. ഇത് നേരിടേണ്ടതിനായി ഭരണപരമായ കാര്യങ്ങളിൽ വേഗതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയത്. സർക്കാർ ഫയലുകൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ചുവപ്പ് നാടകൾ ഇല്ലാതെ നടപടികൾ ലളിതമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ മന്ത്രിമാർ ഏറ്റവും കൂടുതൽ ഒരു മുൻഗണന നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൃത്യസമയത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ അവരുടെ അടുത്തേക്ക് എത്തിക്കുക, അതിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ആ പദ്ധതിയിൽ ഒപ്പിട്ട് സാങ്ഷൻ ചെയ്യേണ്ടതാണെങ്കിൽ അതിൽ ഒരു തരത്തിലുമുള്ള ഒരു കാലതാമസം ഉണ്ടാകരുത് എന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശമാണ് നരേന്ദ്രമോദി നൽകിയത്. യുദ്ധം കാരണം ഇന്ധന വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ബദൽ ഊർജ്ജ മാർഗങ്ങൾ കണ്ടെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ ലഭ്യത കുറയ്ക്കാൻ സാധ്യത ഉള്ളതിനാൽ നാച്ചുറൽ ബയോഗ്യാസ്, സൗരോർജ്ജം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം. നിലവിൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വിലയിൽ ലിറ്ററിന് 4 രൂപയോളം വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പുറം കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചാൽ അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പലതരത്തിൽ വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള പല ശ്രമങ്ങളും നോക്കി. പക്ഷെ അവസാനത്തെ ഒരു നിലയിലാണ് ഒരു 4 രൂപയെങ്കിലും വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് മോദി പറഞ്ഞത്. അതിനാൽ അനാവശ്യമായ ഇന്ധന ഉപയോഗം കുറയ്ക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നിൽക്കണമെന്നും ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടുതലായി ബയോഗ്യാസ് സംവിധാനങ്ങൾ ഉപയോഗിക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ നടത്താനും മോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി നിരീക്ഷിക്കുന്നതിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ഹർദീപ് സിംഗ് പുരി എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല മന്ത്രിതല സംഘത്തെയാണ് സർക്കാർ ഇതിനുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ത്യയിൽ ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ, അതോടൊപ്പം തന്നെ എനർജി, അതോടൊപ്പം LPG ശേഖരം എന്നിവ ഉണ്ടെന്ന് അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായ തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത്. എന്നാൽ LPG പാചകവാതത്തിന് പകരമായി ബയോഗ്യാസ് ഉൾപ്പെടെയുള്ള ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്താൻ മോദി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ബയോഗ്യാസ് ഏറ്റവും കൂടുതലായി പ്രോത്സാഹിപ്പിക്കാൻ അതിന്റെ മന്ത്രാലയങ്ങൾ അതിനുവേണ്ട ബന്ധപ്പെട്ട ഒരു നീക്കങ്ങൾ നടത്തണമെന്നും മോദി പറയുന്നുണ്ട്. കൂടാതെ ആഗോള ഊർജ്ജ ഗതാഗതത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അത് ഇന്ധന ലഭ്യതയും അതോടൊപ്പം തന്നെ അതിന്റെ വിലയെയും ദോഷകരമായി ബാധിക്കുമെന്നും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നത് മാത്രമല്ല, ദീർഘകാല ലക്ഷ്യത്തോടെയാണ് ബയോഗ്യാസ് പദ്ധതികൾക്ക് വേഗത കൂട്ടാൻ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. ഏതൊരു പരിഷ്കരണവും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലെങ്കിൽ സാധാരണക്കാരെ പീഡിപ്പിക്കുന്നതോ ആകരുത് എന്ന് പ്രധാനമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുക എന്നതായിരിക്കണം ഓരോ മന്ത്രാലയത്തിന്റെയും ലക്ഷ്യം. ഓരോ പദ്ധതി കൊണ്ടുവരുമ്പോഴും അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിനോ അവർക്കൊരു തലവേദനയോ ആയി മാറാൻ പാടില്ല. അവരറിയാതെ തന്നെ, അതായത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഈ പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് അറിയുക, പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ആ പദ്ധതി സ്മൂത്തായി തന്നെ വിജയിച്ചു പോകേണ്ടത് അനിവാര്യമാണെന്ന് മോദി ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടാതെ ഓരോ മന്ത്രാലയവും അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി അതിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ട്. കൂടാതെ വിദേശകാര്യം, കൃഷി, വനം, ഗതാഗതം, കോർപ്പറേറ്റ് കാര്യങ്ങൾ, തൊഴിൽ, വാണിജ്യം, ഊർജ്ജം എന്നീ മന്ത്രാലയങ്ങൾ കഴിഞ്ഞ 2 വർഷത്തെ തങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ യോഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്.